ഹായ്. അപ്പോൾ നമ്മളെങ്ങനെ സലാലയിലെ ഹാഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഹാഫയിലേക്ക് പോകുന്ന റൂട്ടാണ് ഇത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വാഴ കൃഷികളെല്ലാം കാണാം. ഇതിൻ്റെ ബാക്കിൽ കണ്ടാൽ പല കൃഷികളുണ്ട്. ഇതിൽ ചെറിയ ചെറിയ സ്റ്റാളുകൾ കാണാൻ നിങ്ങൾക്ക്. അതിൻ്റെ ബാക്കിലാണ് ഇവിടെ കൃഷി സ്ഥലം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും. അപ്പോൾ പ്രത്യേകിച്ച് ഈ സലാലയിൽ ഈ ഖരീഫ് സീസണിൽ കൂടുതലായിട്ട് ആകർഷിക്കുന്ന ഒരു സംഭവമാണിത്. ഇളനീ പിന്നെ മറ്റുള്ള പഴവർഗ്ഗങ്ങളെല്ലാം. അപ്പോൾ ഫ്രഷായിട്ട് ഇവിടുന്ന് സെയിലിംഗ് ആണ്. ഇപ്പോൾ കുറഞ്ഞ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ കൂടുതൽ സ്റ്റാളുകൾ ദാരീസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലുണ്ട്. അവിടെ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് നമ്മൾ വാഴത്തോട്ടങ്ങളും കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കണ്ടമാനം കൃഷി സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് പിന്നെ സെയിലിംഗ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ദുബായ്, ഖത്തർ, സൗദി, ബഹ്റൈന്, കുവൈത്ത്, പ്രത്യേകിച്ച് പിന്നെ നമ്മളെ ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തുള്ള ആളുകളിൽ അവർക്കെല്ലാം ഇതിൽ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം. അവിടെ വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് ഇത് ഫ്രഷ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് മെയിൻ കൃഷി സ്ഥലം നടക്കുന്നത് സലാലിൽ. അപ്പോൾ അവർക്ക് ഇത് വലിയൊരു കൗതുകം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അതൊരു ഖരീഫിന്റെ സമയത്ത് ഭയങ്കര ആകർഷിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ കാഴ്ച ഇപ്പോൾ കാണാം. ആകെ കുറഞ്ഞ സ്റ്റാളുകൾ, ഇതിൽ കൂടുതൽ ദാരീസ് എന്ന ഭാഗത്തുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. പ്രത്യേകിച്ച് ചിലപ്പോൾ ക്ലിയറിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടിന്റെ റണ്ണിങ്ങിന്റെ ടൈമിനാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സ്റ്റാളുകൾ അവിടുത്തെ തിരക്കും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ കാണും. ഇതാണ് ആ വാഴത്തോട്ടങ്ങൾ. ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് തോട്ടം, ഇടതൂർന്ന വാഴത്തോട്ടം, എല്ലാ കൃഷികളും ഉണ്ട്. സ്റ്റാളുകൾ കാണാം. അതുപോലെ ചേർന്നിട്ട് സ്റ്റാളുകൾ, ഇതുപോലെ ചെറിയ സ്റ്റാളുകളും കാര്യങ്ങളും. വണ്ടീൻ്റെ തിരക്ക് കാരണമാണ് കറക്റ്റ് സ്റ്റാളുകൾ പിടിച്ചെടുപ്പിച്ചത്. നല്ല തിരക്കാണ്, വണ്ടികളെല്ലാം ഫുള്ള് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ കുറച്ച് ഒഴിവുണ്ട് കാണാൻ. അതിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. കരിമ്പ്, മാമ്പഴം, വാഴപ്പഴം, തേങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളുമുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു തെങ്ങിൻ തോപ്പ്, വാഴക്കൃഷി, ഇതെല്ലാം കണ്ട് ഇതെല്ലാം അപ്പുറത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടൊരു സൗകര്യമില്ല. അതുകൊണ്ടാണ് റണ്ണിങ്ങിൽ ഇതെടുക്കുന്നത്. അതിൽ നമ്മൾ കാണുന്നത് കുറച്ച് നിങ്ങളെയും നമ്മുടെ പ്രേക്ഷകരായ നിങ്ങളെയും കാണിക്കാം എന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു വീഡിയോ. പിന്നെ തുടരെ വീഡിയോ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം ഈ കിളികൾ, അതുപോലെ ഇവിടെ അതുപോലെ നമ്മുടെ പക്ഷികൾ, വളർത്തു മൃഗങ്ങൾ, പെറ്റ്സ്, കിളികൾ, പക്ഷികൾ, മുയൽ, ഇങ്ങനെയുള്ള പിന്നെ ചെടികൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം ഇവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ വീഡിയോ തിരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്ക് ഈ വീഡിയോ കണ്ട് എല്ലാവരും കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ തരിക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.